ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു പവർ വാലി. ബാക്ക് എന്ന് പറയുന്നില്ല, ഒരുപാടായി കണ്ടിട്ട്. ഞങ്ങൾ നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ കല്യാണത്തിന് പോയിക്കൊണ്ടിരിക്കുക. ഞാനുണ്ട്, ഇതെന്റെ കാല് തല്ലി പിടിച്ച ശ്രീധരനുണ്ട്, പിന്നെ മുരുകൻ കാട്ടക്കട സാറിന്റെ മകനുണ്ട്, പിന്നെ ഉറക്കം നടിക്കുന്ന ഇർഷാദുണ്ട്, പിന്നെ ഡാൻസർ ചെയ്തു. ഞങ്ങൾ എല്ലാരും കൂടി ഇങ്ങനെ ശ്രീധരേട്ടന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. പെട്രോളിന്റെ പൈസ ഇല്ല, അത് തരാതിരുന്നാ പോരെ. പെട്രോൾ അടിച്ച നേതൃത്വം. ഈ ഒരു നിമിഷത്തിൽ ഞങ്ങൾ ബിപിനെയും ജിജോട്ടനെയും ഞങ്ങൾ മിസ് ചെയ്യുന്നു, സച്ചിനെയും അനലിനെയും. ഓക്കെ ഗായ്സ്, അത് കിട്ടി. താങ്ക് യു. ഇല്ല, അപ്പൂപ്പനെ അടിക്കാതിരിക്കാം. റൈറ്റ് പിടിച്ചോ, റൈറ്റ് പിടിച്ചോ. ഹോണടി 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 ഹോണടി. സൈഡിൽ കൂടെ നടന്നൂടെ? എന്നാലും ശ്രീയുടെ നിങ്ങൾ അങ്ങനെയൊന്നും പറയരുത്, ഇച്ചിരി മുതിർന്ന ആളല്ലേ അവനാ. ഗൈസ്, ഇതാണ് നമ്മുടെ കല്യാണ ചെറുക്കൻ അഥവാ മെനുവേളൻ. നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള റൂം കാണിക്കാൻ വേണ്ടിട്ട് ആശാൻ ഓടി വന്നതാ. കെട്ടിപ്പിടിക്കോ, അതെടുത്തില്ലേ? നമുക്ക് കല്യാണ ചെറുക്കൻ്റെ വക ചെലവാണ് ഗൈസ്. ഞങ്ങൾ ഫുഡ് കഴിച്ചപ്പോഴത്തേന് ബില്ല് 1000+ ആയിരുന്നു. പക്ഷെ ബില്ല് വന്നപ്പോൾ 200 രൂപ എന്തോ വന്നുള്ളൂ. അപ്പൊ കുതന്ത്രനായ ശ്രീധരന്റെ കുബുദ്ധി നിങ്ങൾ കേട്ടു നോക്കൂ. രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ നമ്മൾ ഇത്രയും കഴിച്ചിട്ട് പൈസ സത്യസന്ധമായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഈ പൈസ മാത്രം ചില ബില്ല് മാറിപ്പോയാ കല്യാണത്തേക്ക് നമുക്ക് വേണ്ടി ആക്കിക്കുന്ന മുറിയാണിത്. പക്ഷേ പൈസ നമ്മൾ കൊടുക്കണം. അതെ, രാവിലെ കഴിച്ച ഫുഡ് ഇല്ല, അതിന്റെ പൈസ ഞങ്ങൾ തന്നെയാണ് കുടിച്ചു. അതെ അതെ, ഇവനെ കാണുമ്പോഴാണ് നമുക്കൊരു ആശ്വാസം. ജീവിതത്തിൽ ഒന്നും ആയില്ലെന്നുള്ളൊരു സങ്കടം മാറി കിട്ടും. നമ്മൾ ഒരു കുട്ടൻ ബിരിയാണി കഴിക്കാൻ പോവാണ്. കുട്ടൻ ഗൈസ്, വേറെ ടീംസ് വന്നിട്ടുണ്ട്. ഇവന്മാരായിട്ട് നമുക്ക് വലിയ പരിചയമൊന്നുമില്ല കേട്ടോ. കേട്ടോ, ഇവന്മാര് കല്യാണ വ്ളോഗ് ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്കിനെ വന്നാണ്. ഞാനാ അവനെ നമ്പി നമ്പി ഇതാണ് അവന്റെ വീട്ടിൽ നമുക്ക് ഒരുക്കി വെച്ചിട്ടുള്ള കുട്ടൻ ബിരിയാണിയും ചിക്കൻ പൊരിച്ചതും ചോറും പുളിശ്ശേരിയും തോരനും അച്ചാറും പപ്പടവും. മോനെ സെറ്റായിരുന്നു. അവിടെ നേരെ നമ്മുടെ ഒരു ഫ്രണ്ട് കുളത്തിൽ ചടം കൊണ്ടുപോയി. അവനാണെങ്കിൽ വളരെ വ്യക്തമായിട്ട് പ്ലാൻ ചെയ്ത് മണ്ടത്തരം കാണിക്കുന്ന ഒരുത്തനാണ്. അത് നല്ല കോൺഫിഡൻസിൽ നമ്മുടെ അടുത്ത് പറയുകയും ചെയ്യും. കുളത്തിന്റെ അടുത്ത് പാർക്കിംഗ് ഉണ്ട്. അവന്റെ വീട്ടിൽ നിന്നാണെങ്കിൽ കുളത്തിലേക്ക് 5 കിലോമീറ്റർ ഉള്ളൂ. എന്നിട്ട് ഈ അലവലായത് 2 കിലോമീറ്റർ അപ്പുറത്തുള്ളടത്ത് നിർത്തിയിട്ട് ഞങ്ങളെ കൊണ്ട് എല്ലാം കരയെ കൊണ്ട് നടത്തിച്ചവൻ അത്രയും ദൂരം. വരുന്നുണ്ടല്ലോ അല്ലേ, തള്ളി പുഷ് ചെയ്ത് കൊടുത്തു. പിന്നെ ഇതിനപ്പുറം വലിയൊരു കുളത്തിൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടാ ഇറങ്ങാൻ വേണ്ടി. നമ്മൾ ഇറങ്ങിയില്ലല്ലോ അന്ന് നിന്റെ കാല് പോയി. കാല് വയ്യാത്തതിന്റെ. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇപ്പം എന്നെ വലിച്ചോണ്ട് പോയവനും എന്നെ മോട്ടിവേറ്റ് ചെയ്തവനും ഭയങ്കര സ്റ്റേറ്റ് ലെവൽ നീന്തൽമാരാണെന്ന്. അവർക്ക് സ്വിമ്മിങ് പോയിട്ട് സ്വിമ്മിങ്ങിന്റെ സ്പെല്ലിംഗ് പോലും അറിഞ്ഞൂടാ. ഗൈസ്, അങ്ങനെ നമ്മുടെ നീന്തൽ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി ചെറുക്കനെ ഒരുക്കാൻ പോകേണ്ട പരിപാടിയാണ്. അതിനുള്ള സംഭവത്തിന് വേണ്ടി നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ് ഗൈസ്. ബിരിയാണി ബിരിയാണി ബിരിയാണി, എങ്ക പാത്താലും ബിരിയാണി. അത്
സാധനം തീരും അപ്പൊ തന്നെ അടുത്ത ചെമ്പ ആൾക്കാർ താണ്ട ഇങ്ങനെ കൊണ്ടുവന്നോണ്ടേ ഇരിക്കും. കല്യാണ വീട്ടിലേക്ക് വന്ന അതേ ആൾക്കാർ അതേ വണ്ടിയിൽ തിരിച്ചു പോകാൻ കയറുമ്പോഴത്തേക്കിന് സ്ഥലം കാണില്ല. അത്രക്ക് ബിരിയാണി അടിച്ചു കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ കൂട്ടുകാരൻ ബെന്ന നീന്തിക്കാനായിട്ട് പോയല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മള് കല്യാണച്ചക്കന്റെ വീട്ടിൽ പോയി ആഹാരമൊക്കെ കയറ്റി. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് മുങ്ങി. ഇപ്പൊ അവൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളൊക്കെ എവിടെ പോയി കിടക്കാണ്, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്നൂടെ എന്നൊക്കെ പറഞ്ഞിട്ട്. അവനറിയില്ല അവന് വേണ്ടി നമ്മൾ സർട്ടിഫിക്കറ്റ് ഇവിടെ ചെറിയ പരിപാടിയൊക്കെ ഒപ്പിക്കുന്നുണ്ട്. കറണ്ട് പോലും ഇല്ല. ഇവിടെ ഈ ഫ്ലാഷിന്റെ വെട്ടത്തിലാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. എന്നിട്ട് അവനിപ്പോ കുറച്ചു എന്നെ വിളിച്ച് ദേഷ്യപ്പെട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. എഴുതുന്നു ഞാൻ മാത്രം എഴുതേട്ടനുണ്ട് അവിടെ കിടക്കുന്ന വില എടുത്ത് ഇപ്പുറത്തെടുത്തു. വേറെ പണിയൊന്നും ചെയ്യത്തില്ല. ഗൈസ് അപ്പൊ പെട്ടെന്ന് കറണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ ശ്രീധരേട്ടൻ പണിയെടുക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും മൂപ്പര് നിർബന്ധിച്ചെടുക്കുന്ന വീഡിയോ ആണിത് കേട്ടോ. മിണ്ടാനില്ലേ? മേളില് ഫാന്. ഈ ചെക്കൻ നന്നായിട്ട് പണിയെടുക്കും. ഇവനെ നിങ്ങൾക്ക് അറിയാം, മുട്ടിയടിച്ചിപ്പം ഈ കോലത്തിലാണെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഊതി വീർപ്പിക്കുക, കാറ്റുകളെ പിന്നെ ഊത്. അപ്പം നമ്മൾ ഡെക്കറേറ്റ് ചെയ്തതാണ് ഇത് ഇത്രയും. പൊട്ടിക്കാൻ എല്ലാം കിട്ടുന്നുണ്ട്. അപ്പുറം നിൽക്കണം. അങ്ങനെ അതും തീരുമാനമായി. അങ്ങനെ അവര് കെട്ടിയണം. അടുത്ത നമ്മുടെ ബാച്ചില് ആരാണ് അടുത്ത നമുക്കൊരു ബിരിയാണി തരാൻ പോകുന്നത്, സദ്യ തരാൻ പോകുന്നത്? ഒരു സെന്റ് കല്യാണം കഴിഞ്ഞൊരു കൊച്ചുണ്ട്, ചാടിയും കാണാൻ പിടിച്ച ചേച്ചി കഴിച്ചപ്പോ കിട്ടും. ആയിക്കോട്ടെ, ഇവരെന്തായാലും ഇപ്പൊ വന്നേ ഉള്ളൂ. അങ്ങനെ അവന്റെ വലിയ ദിവസം വന്നെത്തി. എങ്ങനെ നടന്ന ചെക്കനായിരുന്നു. അവസാനം അവനും ലോക്കായി. നല്ല ചെക്കനാ കേട്ടോ. ഇതാണ് അവന്റെ കുട്ടി. ഞങ്ങൾ ഇതിനൊന്നും നിൽക്കാതെ ഇതൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ ഞങ്ങളുടെ പരിപാടിയിലേക്ക് കിടന്നു. എവിടെ ആഹാരം കഴിക്കും. അവിടെ ചെന്നപ്പോഴത്തേക്കിന് അവിടെ പിന്നെയും ബിരിയാണി. ഇതെന്താ ബിരിയാണി മാസോ? ഗൈസ്, നമ്മൾ റഹ്മാന് കൊടുക്കാൻ പോകുന്ന ഗിഫ്റ്റാണ് ഇതാണ്ടിത്. കുറേ അധികം നോട്ടുകൾ, കുറേ സ്നേഹം. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ആദ്യം കുറെ പൈസ ആക്കി കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ പിന്നെ വിചാരിച്ചു അങ്ങനെ വെറുതെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊരു മെമ്മറി ഇല്ലല്ലോ. ഇതാകുമ്പോഴത്തേക്കിന് ഓരോ കെട്ട് വെച്ച് ഓരോ ആൾക്കാർക്ക് കൊടുക്കാം. അവന് ഹാപ്പി, നമ്മളും ഹാപ്പി. നമസ്കാരം. ഒരു വണ്ടിക്കകത്ത് പുറകാശം കാണാൻ പറ്റത്തില്ല, അതുപോലെ ആൾക്കാരിരിക്കുന്നു. ഞങ്ങൾ റഹ്മാൻ കൊടുക്കുന്ന പൈസക്കുള്ള സെക്യൂരിറ്റിയാണ് ഇത്ര ആൾക്കാർ. ഗൈസ്, അങ്ങനെ ചെറുക്കനെ നമ്മൾ അകത്തേക്ക് കൈകൊട്ടി ക്ഷണിച്ചുകൊണ്ട് പോകുന്നതാണ് ഈ കാണുന്നത്. ക്ഷണിച്ചുകൊണ്ട് പോകുന്നതാണെങ്കിൽ ഞങ്ങൾ പുറകിൽ നിന്നാണ് ഗൈസ് കൈ കൊട്ടുന്നത്.
അങ്ങനെ ആ നോട്ട് കെട്ടുകളെല്ലാം ഞങ്ങൾ ഓരോ കവറിലാക്കി ഓരോ ആൾക്കാർ ഓരോ കെട്ട് വീതം അവന് കൊടുത്തു. ഇത്രയും പൈസ എന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും അവൻ്റെ കണ്ണ് ഞെട്ടിപ്പോയി ചോദിക്കേ നീയൊക്കെ കൂടി ഇത് ചളവാക്കോടി. പക്ഷെ ചെക്കൻ ഭയങ്കര ഹാപ്പി കേട്ടോ. പിന്നെ ചെക്കൻ്റെ പെണ്ണിൻ്റെ കൂടെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ സ്റ്റേജിൽ കയറിയപ്പോഴത്തേക്കിന് പിന്നെ പാട്ടായി, ഡാൻസായി, ആർപ്പുവിളിയായി, ആഘോഷമായി, എന്തല്ല ആയിരുന്നു എൻ്റെ പൊന്നോ. അങ്ങനെ മധുരമപ്പായി. അവൻ അവൾക്കും അവൾ അവനും മധുരം കൊടുത്തു ഗൈസ്. എന്നിട്ട് അവസാനം അവരെ ഒരു നോക്ക് കണ്ടിട്ട് അവർ പോലും അറിയാതെ ഞങ്ങൾ അവിടുന്ന് മാഞ്ഞു ഗൈസ്. ഞങ്ങൾ ഇവിടുന്ന് പോയി. ഇതുപോലൊരു മൂലക തോന്നി യൂട്യൂബർ. ആ സാധനം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ wish him all the best and a very success in his life. Okay? അപ്പൊ ഇത് പറഞ്ഞ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പറഞ്ഞിട്ട് പോടാ. അച്യുതാനന്ദന്റെ ലാൽസലം പറയണം.